30 വയസ്സ് കഴിഞ്ഞപ്പോ എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ആരെങ്കിലും ഇരിക്കാനൊക്കെ നിർബന്ധിച്ചാൽ വേണ്ട കണ്ടാത്തോണ്ട ഈ നിർബന്ധം കാണിച്ചൊന്ന് ഇരുന്നു പോയാലോ വയറ് പുറത്തേക്ക് തള്ളി വരും. ഗുരുത്വാകർഷണം കൊണ്ടാണ്, വെറുതെ ന്യൂട്ടനെ പറയിപ്പിക്കാൻ. ഡോക്ടറെ കണ്ടപ്പോൾ മുടി കൊഴിയുന്ന കാര്യം പറഞ്ഞപ്പോൾ പറയാണ് സ്ട്രെസ് കാരണമായിരിക്കുന്നു. മുടി പോകുന്നത് ആലോചിച്ചിട്ട് എനിക്ക് സ്ട്രെസ് വരണേന്ന് ഞാൻ ഇനി ഏത് ഡോക്ടറോട് പറയണ്ടേ? 30 ആയപ്പോഴേക്കും എന്റെ ബോഡി തന്നെ എന്നോട് വർത്താനം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. എന്ന് നടുവേദന പറയാൻ പറഞ്ഞു. ഓർമ്മശക്തിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. വൈഫൈ ഒന്ന് എറായപ്പോൾ അത് റീലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പാസ്വേഡ് ആലോചിച്ച് ഞാൻ ഇരുന്നത് 2.5 മണിക്കൂറാണ്. പിന്നെ കിട്ടിയപ്പോൾ ഒരു സമാധാനം. ഓവർ തിങ്കിങ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനും ഫ്രണ്ടും കൂടി പുറത്തു പോകുമ്പോൾ ആരെങ്കിലും സെൽഫി ചോദിച്ചാൽ അത് കണ്ട് അവന്റെ ബോധം പോയി അവന് 2 കുപ്പി ബ്ലഡും കയറ്റി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരണ വരെ ഞാൻ കാണുന്നുണ്ട്. പഴയ പോലെയല്ല, മഴയൊക്കെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വോയിസ് വരും, വെറുതെ പോവാൻ നിൽക്കണ്ട, മഴ കൊണ്ട് പനി 100 അടിക്കും, ഹോസ്പിറ്റലിൽ പോവും, അഡ്മിറ്റ് ആവും, 5 പൈസ കയ്യിലില്ല, റോഡ് ഇറങ്ങി തണ്ടണ്ട വരുന്നൊക്കെ. ഇനിയിപ്പോ റോഡിലാണെങ്കിൽ വലിയ പിള്ളേര് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഓവർടേക്ക് ഇതൊന്ന് പെടച്ച് പോയി കഴിഞ്ഞാൽ മലയാളം നിഘണ്ടു വരെ ചമ്മിരിക്കേണ്ട അവസ്ഥയാണ് എന്റെ വായെന്ന് വരുന്നത്. പണ്ട് കുറച്ച് ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ടുഗദർ ആണെങ്കിൽ 30 കഴിഞ്ഞപ്പോ നൈസായിട്ട് അത് ഫാമിലി ടുഗദർ ആയി. വൈകിട്ട് ഒരു 10 മണിക്ക് ആകുമ്പോഴേക്കും ശരീരം പറഞ്ഞു തുടങ്ങും ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാ ചെറുക്കാന്ന്. എന്നപ്പോ ചെന്ന് കിടന്നാലോ മനസ്സ് അപ്പൊ പറയും നീ 2 റീൽസും കൂടെ അങ്ങ് തോണ്ടിട്ട് അവസാനിപ്പിക്കാം. പിന്നെ നോക്കുമ്പോ 2 മണി. ഇന്നോട്ട് ഡയറ്റ് ആണ്, ഫാസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് കാലത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് വിശന്നിട്ട് വയറ് വീട്ടുകാരെ വിളിച്ചു തുടങ്ങുമ്പോ കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്ന. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. അപ്പൊ നിങ്ങളുടെ 30 തികഞ്ഞ സുഹൃത്തുക്കളെയും 30 തികയാൻ പോകുന്ന സുഹൃത്തുക്കളെ അങ്ങ് മെൻഷൻ ചെയ്യും. പൂക്കട്ട കാവടി.